ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. പോപ്കോൺ നമ്മളെല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടല്ലോ. ഇത് പാക്കറ്റിനകത്ത് കിട്ടുന്നതാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം കിട്ടും. ഇത് ഞാൻ എടുത്തിരിക്കുന്ന 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിപ്പോൾ നല്ലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായിരിക്കുക, നല്ലപോലെ ചൂടായിരിക്കുക പാൻ. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരുന്നത് ഇത്ര അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഒരു ബട്ടർ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അൺസാൾട്ടഡ് ബട്ടർ ചേർത്തത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കണം. അന്നേരം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ. ബട്ടറും ഓയിലും നല്ലപോലെ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ്ട് ഈ കോണാണ്. നല്ല കോണുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത്, ആ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഒരു സ്വീറ്റ് കിട്ടും. ഇച്ചിരി എല്ലാത്തിലും ഈ ഓയിലും ഈ ബട്ടർ ചേർന്ന ഓയിൽ എല്ലായിടും നല്ലിങ്ങനെ ഇരിക്കണം. എല്ലാത്തിലും ഓയിൽ വരണ്ടിരിക്കണം. ഇനി നല്ലതുപോലെ ചൂടായി. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ചൂട് വേണം. പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കുമായിരുന്നു. നല്ലൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കണ്ടോ, ഇങ്ങനെ നിരന്നിരിക്കണം. കണ്ടോ, പാത്രത്തിനകത്ത് ഇങ്ങനെ നിരന്നിരിക്കണം. എല്ലാത്തിലും ഓയിൽ പറ്റിയിരിക്കണം. ഫ്ലെയിം ഒരു ശകലം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. മീഡിയത്തിൽ നിന്ന് ഇത്തിരി കൂടി കൂട്ടി. ഇത് പൊട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ ഫ്ലെയിം മീഡിയത്തിലേ വയ്ക്കാവുള്ളൂ. പൊട്ടാൻ തുടങ്ങി. ഇനി അടച്ചു വയ്ക്കുക. ഇനി തുറക്കരുത്, പൊട്ടി തീരുന്നിടം വരെ തുറക്കരുത്. ഇപ്പം ഫ്ലെയിം ഞാൻ മീഡിയത്തിലേക്ക് വെച്ചു. ഇപ്പം അത് നല്ല ഭംഗിയാണ് പൊട്ടുന്ന കാണാൻ. നോക്ക്, പൊട്ടുന്ന കണ്ടോ, നല്ല ഭംഗിയല്ലേ പൊട്ടുന്ന കാണാൻ. ഞാൻ മഞ്ഞളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ചിലർ മഞ്ഞളൊക്കെ ആഡ് ചെയ്യും. എനിക്കത് ഇഷ്ടമല്ല, മഞ്ഞ കളർ. എനിക്ക് വെള്ള കളറിലെ കോണാണ് ഇഷ്ടം. ഇതാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് സൂപ്പറായില്ലേ, നല്ല ഫുൾ പാത്രം നിറയായില്ലേ. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കണം. ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. പുറത്തുനിന്ന് പറഞ്ഞാൽ അവർ കുറഞ്ഞ ഓയിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, പാത്രത്തിനകം കണ്ടോ, അത്രയും എണ്ണയൊക്കെ ഒഴിക്കും. നിങ്ങൾക്കിനി ഒലിവ് ഓയിലില്ലെന്ന് പറഞ്ഞൊന്നും ഉണ്ടാക്കാതിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ അല്പം നെയ്യൂടെ ഒഴിച്ചാലും മതി. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ പാത്രം ഇതിൽ നിന്ന് മാറ്റിക്കണം, അല്ലെങ്കിൽ അതങ്ങ് കരിയും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പം പാത്രത്തിൽ നിന്ന് മാറ്റിക്കണം. അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്